ഗൈസ്, വെൽക്കം ടു സൺ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റ് അപ്ഡേറ്റ്സ്, മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് സംസാരങ്ങൾ, അതൊക്കെ നമുക്ക് സംസാരിക്കുന്നതോടൊപ്പം തന്നെ ഇനി കുറച്ചും കൂടി ഒരു ഇൻട്രാക്റ്റീവ് ടച്ച് നമുക്ക് പിടിക്കണം. അതായത് ഞാൻ പറഞ്ഞു, ഇനി വരുന്ന മാസങ്ങളൊക്കെ കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര കൺസേൺ ഉണ്ട്. ഞാൻ കമൻറ്റ് ബോക്സൊക്കെ കാണുന്നുണ്ട്. അതായത് സെല്ലിങ് ടൈം ഒന്ന് പറയണേ, ഇനി ബൈ ചെയ്യാൻ പറ്റുമോ എന്തായാലും. കാരണം നമ്മൾ കുറച്ചായി മാർക്കറ്റിൽ, നമ്മളിങ്ങനെ ഈ മാർക്കറ്റിനെ കുറിച്ചിട്ട് ഇങ്ങനെ പഠിക്കുന്നു. കഴിഞ്ഞ ബുൾ മാർക്കറ്റിലേ ഉള്ളവരുണ്ട്, കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ ശരിയായ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്, എന്നാൽ ഈ ബുൾ മാർക്കറ്റിലെങ്കിലും ഒന്ന് അടിപൊളിയാക്കണം എന്നൊരു ഹോൾഡ് ചെയ്യുന്നവരുണ്ട്, കഴിഞ്ഞ കുറേ നാളായിട്ട് ഹോൾഡ് ചെയ്യുന്നവരുണ്ട്, വലിയ റിട്ടേൺസ് ഇല്ലാത്തവരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അത് അങ്ങനെയൊന്നും ആയിട്ടില്ല. നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ പറയാം, നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ടെലഗ്രാമിൽ മെസ്സേജ് അയക്കാം. കാരണം ഇനി അങ്ങോട്ടുള്ള കുറച്ച് മന്ത് നമ്മൾ കുറച്ചൊന്ന് അടിപൊളിയായാൽ ഭയങ്കര രസമായിരിക്കും. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു യൂസ്ഫുള്ളായിട്ട് കിട്ടും. കാരണം ഫൈനൽ സെറ്റപ്പിൽ നമുക്ക് കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് എന്താ വിഷമം? നിങ്ങൾക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ റിട്രോസ്പെക്റ്റീവ് തോട്ട് നിങ്ങളെല്ലാവരും മാറ്റിയിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു ഫ്രഷ് സ്റ്റാർട്ടിലുള്ളത്. അതായത് ഓക്കെ, ഇനി നമ്മൾ ഫ്രഷ് ആയിട്ട് ഇനി അങ്ങോട്ട് എങ്ങനെ, ഏത് വിഷയം അങ്ങനെയാണ്. ഇപ്പോൾ ഈ ട്രേഡിങ്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ട്രേഡിങ് മാത്രമല്ല, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഉണ്ട്, നമ്മുടെ ബിസിനസ്സാണ്, എല്ലാ വിഷയത്തിലും കൂടിയാണ് നമ്മൾ നിങ്ങളോട് സംസാരിക്കും. ഞാൻ നിങ്ങളോട് നമ്മളെ മെമ്പർഷിപ്പ് എടുക്കുന്ന അല്ലെങ്കിൽ ടെലഗ്രാമിൽ മെസ്സേജ് അയക്കുന്നവരോട് പ്രത്യേകം പറയുന്നൊരു കാര്യം, നിങ്ങൾ ഏത് ട്രേഡിംഗ് റിലേറ്റഡ് മാത്രമല്ല, നിങ്ങൾ ഓരോ കൺസേണും, നിങ്ങൾ റിപ്പോർട്ട്സുകൾ, ലാബ് റിപ്പോർട്ട്സുകൾ, നിങ്ങൾ ക്വയറീസ്, നിങ്ങളുടെ ഡൗട്ട്, നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള ഡൗട്ടുകൾ, നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ, ഇതൊക്കെ നമ്മളോട് ക്ലിയർ ചെയ്യാം. ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ മെസ്സേജ് അയച്ച് ക്ലിയർ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ ഇത് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് തന്നെ അയക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തു. നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ റിട്രോസ്പെക്റ്റീവ് തിങ്കിങ് ഒഴിവാക്കി. അതായത് ഇനി ഞാൻ പിറകോട്ട് ചിന്തിക്കില്ല, ഇനി ഞാൻ മുമ്പോട്ട്. ഇപ്പോൾ മുമ്പോട്ട് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ചില കുറേ നാളായിട്ട് ബാക്കോട്ടൊക്കെ എന്നെ കൺസേൺ അടിച്ച് ചിന്തിച്ച ഒരാൾക്ക് പെട്ടെന്ന് മുമ്പോട്ടൊന്നും ചിന്തിക്കാൻ കിട്ടില്ല. ഇപ്പോൾ ചില ആൾക്കാർ എന്നോട് പറഞ്ഞൊരു വിഷയം എന്താ പറയുക, എപ്പോഴും ഞാൻ ഓവർ തിങ്ക് ചെയ്ത് ബാക്കോട്ട് തിങ്ക് ചെയ്ത്, നിങ്ങൾ പറഞ്ഞ പോലെ ഫ്രണ്ടിലോട്ട് എന്താ തിങ്ക് ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. അതായത് ഞാൻ എന്താ ഇപ്പോൾ ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് തുടങ്ങേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺസേൺ ആണ് നമ്മളെല്ലാവരും. കുറേ ആൾക്കാർ പറയും, ശരിയാണ്, നമ്മളെല്ലാവരും ആ റിട്രോസ്പെക്റ്റീവ് തോട്ട് ഒഴിവാക്കി. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഫ്രഷ് മൈൻഡിലാണുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഫ്രഷ് മൈൻഡിലുണ്ടാകുമ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ എല്ലാം ചെയ്യണമെന്ന് ചിന്തിക്കണ്ട. അത് ഇന്ന് മുതൽ ഞാനൊരു കാര്യം ചെയ്യാം, 10 ലക്ഷത്തിന് കോയിൻ വാങ്ങാം, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം 5 ലക്ഷത്തിന് ഇൻവെസ്റ്റ്, അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി സ്റ്റാർട്ട് ചെയ്തു. ഇനി എന്താണെന്ന് പറയുക, ഏത് വിഷയമായാലും, നിങ്ങൾ ഏത് ബിസിനസ് ആയാലും, നിങ്ങൾ ഏത് കാര്യത്തിലും ഒറ്റയടിക്ക് നിങ്ങൾ അറ്റോമിക് ഹാബിറ്റ്, ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞ പോലെ തന്നെ ചെറുങ്ങനെ തുടങ്ങിയാൽ മതി. നിങ്ങൾ പതിയെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫേവറായിട്ട്, ഇപ്പോൾ നമ്മൾ പല കോയിൻസും പറയല്ലേ, ഇപ്പോൾ ഡോജ് നമ്മൾ സ്ഥിരമായിട്ട് അത്യാവശ്യം കയറുന്ന നിങ്ങൾ കാണുന്നുണ്ട്, സൊളാനോ പറയലുണ്ട്, നമ്മൾ സിആർഒ, നമ്മളുടെ WLDN, എല്ലാ കോയിൻസിലും, എത്തീരിയം, ഇത് ഏതെങ്കിലും ഒരു കോയിൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്ന ഒരാളാണെങ്കിൽ അതിലേതെങ്കിലും ഒരു കോയിൻസിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾ സേവിങ്സ് എന്ന് പറയുന്നത് ഒരു 2 ലാക്ക് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ അതിൽ നിന്നൊരു 15,000 10,000 എടുക്കുക, ആ കോയിനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്യുക. ഈ ബുൾ മാർക്കറ്റിൽ പുതിയതായിട്ട് ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരാളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ പ്രത്യേകം പറയാം, ഡിസ്ക്ലൈമറിൽ തന്നെ ഞാൻ പറയുന്നത്, പേഴ്സണൽ റിസ്ക്കും കൂടി അത് നമ്മൾ എന്തായാലും പറയണം. കാരണം ഞാൻ നിങ്ങളോട് അത് ചെയ്യുമെന്ന് പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ ആ പേഴ്സണൽ റിസ്ക് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണേ. ഞാൻ ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരു വയലേഷൻ പരിപാടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സെറ്റപ്പ്, അതായത് നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്താണോ അഫോർഡബിൾ ആണെന്നുള്ളൊരു തോന്നുന്നത്, ആ ഒരു പോയിന്റ് നിങ്ങൾ ഏത് കോയിനിലായാലും നിങ്ങൾ എന്ത് ചെയ്യുക, പേഴ്സണൽ ചോയ്സിൽ. ഇപ്പം പൊട്ടൻഷ്യലായിട്ടുള്ള കുറച്ച് കോയിൻസ് എന്തായാലും നിങ്ങൾക്ക് ഡൗട്ടുള്ളത് നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാം, കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൽ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ടപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ബുൾ മാർക്കറ്റിൻ്റെ ഒരു പീക്കാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത്യാവശ്യം ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുമിച്ചൊരു എന്തായാലും ഇൻഫോം ചെയ്യുന്ന രീതിയിലാകുമ്പോൾ സെൽ ഓഫ് ചെയ്യുക മതി. ഈ ഒരു ബുൾ മാർക്കറ്റിൽ അതന്നെ മതി. അങ്ങനെ ഈ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ബിയർ മാർക്കറ്റ് വരുമ്പോൾ നമുക്ക് അടുത്ത സെറ്റപ്പ് ചെയ്യാം. ഏത് വിഷയവും നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോവാം. ഇപ്പോൾ ഓക്കെ ആയില്ല, അപ്പോൾ നമുക്ക് എന്താ ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് തോന്നും. നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ മതി. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ പഴയ ചിന്തകൾ ഒഴിവാക്കി പുതിയ ചിന്തകളിലേക്ക് പോകുമ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും നിങ്ങൾക്ക് എങ്ങനെയും ഒരു ചിന്തകളൊന്നും പെട്ടെന്ന് റെഡി ആവില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങൾ വലിയൊരു പ്ലെയറാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ കളിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് ടച്ച് കിട്ടണമെന്നില്ല. പക്ഷേ നിങ്ങൾ സ്ഥിരമായിട്ട് കളിച്ച് നോക്കിയട്ടെ, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ടച്ച് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ടച്ച് കിട്ടാത്ത ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ ഇന്ന് സെഞ്ചുറി അടിക്കും, ഞാൻ ഇന്ന് കാണിച്ചു തരാമെന്ന് തൊട്ട് ഏതെങ്കിലും ഒരു ഓൾറെഡി കളിക്കുന്ന ഒരാളോട് വെല്ലുവിളിച്ചിട്ട് വന്നാൽ നിങ്ങളന്ന് നാണം കെടുകയേ ചെയ്യും. അതേസമയത്ത് നിങ്ങൾ പ്രാക്ടിക്കലായി ചിന്തിക്കുക, ഇന്ന് എനിക്ക് എന്തായാലും ഒരു ടച്ച് പ്രോബ്ലം ഉണ്ടാകാം, അതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ചൊന്ന് സ്റ്റേബിളായിട്ട് ഒരു 2 or 3 ഒരു 1 വീക്കിന് ശേഷം ഞാൻ എൻ്റെ പൊട്ടൻഷ്യൽ പുറത്തെടുക്കുന്നതായിരിക്കും നല്ലത്. എല്ലാ വിഷയവും അങ്ങനെ തന്നെ.
നമ്മളെല്ലാവരും അങ്ങനെ തന്നെ. നമ്മൾ ആദ്യമായിട്ട് ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് എങ്ങനെയും പൂർണ്ണമായിട്ടും നമ്മൾ അടിപൊളിയാവില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും തോന്നും എനിക്ക് ഞാൻ ഒന്നിലും ഒരു ഉഷാറല്ല, എനിക്ക് ഒന്നിലും ഒരു അടിപൊളിയല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഫീൽഡിലേക്ക് വരുമ്പോൾ ചില ആൾക്കാർക്ക് ബോണായിട്ട് ചിലപ്പോൾ 2 ദിവസം കൊണ്ടൊക്കെ റെഡി ആവുമായിരിക്കും. പക്ഷേ 90% ആൾക്കാരും ഒരു 2-3 ആഴ്ചയൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് അത് പൂർണ്ണമായിട്ടുള്ളൊരു സെറ്റപ്പിലേക്ക് എത്തും. അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ അത് തന്നെ ഓർത്ത് പെട്ടെന്ന് തന്നെ ഒഴിവാക്കുന്നുണ്ട്. പ്രത്യേകം നമുക്കറിയാം നമ്മളെല്ലാം ഇപ്പോൾ ഫോളോവേഴ്സ് ആയാലും അധികം ആൾക്കാർ നമ്മളോട് പറയുന്നത്, കുറേ ആൾക്കാരൊക്കെ നമ്മൾ വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഓക്കെ വലിയ അറിവോ അങ്ങനത്തെ സെറ്റപ്പിനൊന്നും അല്ല എന്നൊക്കെ അറിയാം. ജസ്റ്റ് ഒന്ന് നമുക്കൊരു മനസ്സൊന്ന് റെഡി ആകാൻ വേണ്ടി ഒരുപാട് പ്രവാസികൾ എന്നോട് പറയുന്നുണ്ട്. ഇപ്പോൾ ക്രിപ്റ്റോ ട്രേഡിങ്ങിന് അവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ഇപ്പോൾ ഉള്ള ജോബിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അവർക്കൊരു പൂർണ്ണ എൻ്റർടൈൻമെൻ്റ് ഇല്ല. അപ്പോൾ അവർക്കൊരു സൈഡായിട്ടൊരു അഡ്രിനൽ റഷ് കിട്ടുന്ന, അല്ലെങ്കിൽ സൈഡായിട്ടൊരു ഹോപ്പ് നൽകുന്ന ഫീൽഡാണ് ഈ പറയുന്ന സൈഡ് ട്രേഡ് എന്നൊക്കെ പറയുന്നത്. കാരണം അവർക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ ഓക്കെ എനിക്കൊരു സൈഡായിട്ടൊരു ഹ്യൂജ് ഇൻകം ഇവിടെ നിന്ന് റെഡി ആവും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ അതിൻ്റെ ഒരു റിസ്ക്കിലാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത്. അപ്പോൾ പ്രവാസികളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്ന് രാത്രിയൊക്കെ വന്നിരിക്കുന്ന സമയത്ത് അവർ ജസ്റ്റ് ഒന്ന് വിചാരിക്കാം എന്താണ് ഇന്നത്തെ എന്തെങ്കിലും ഒരു അറിവ് ക്രിപ്റ്റോ റിലേറ്റഡ് അല്ലെങ്കിൽ വേൾഡ് റിലേറ്റഡ് ആയിട്ട് അറിവൊന്നും കിട്ടിക്കോട്ടെന്ന് വിചാരിച്ച് ജസ്റ്റ് കേൾക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്, ജസ്റ്റ് നിങ്ങളൊന്ന് ആ ഇയർഫോൺ ഇട്ട് ഫോൺ സൈഡിൽ വെച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ നല്ല ക്ഷീണത്തിലുണ്ടാകുമ്പോൾ കേൾക്കുക. ഫുള്ള് കേൾക്കാൻ പറ്റില്ലെങ്കിൽ കേൾക്കേണ്ട, ഉറങ്ങിപ്പോകുന്നതിനും അത്രയും നല്ലതാകുമ്പോൾ നേരത്തെ ഉറങ്ങി. അങ്ങനെയുള്ള തോട്ട്ഫുള്ളായിരിക്കണം നിങ്ങൾ ഉണ്ടാവേണ്ടത്. ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ബുൾ മാർക്കറ്റിൻ്റെ അവസാന സമയത്തുമ്പോൾ നമ്മളുടെ ഇടയിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട്. ചില ആൾക്കാർ ഇന്ന് എന്നോട് ചോദിക്കുന്ന പറഞ്ഞാൽ ഈ റേറ്റ് കട്ട്സ് സെൽ ദ ന്യൂസ് ആവോ, അല്ലെങ്കിൽ കുറച്ചും കൂടിയും ഇനിയിപ്പോൾ എല്ലാവർക്കും പേടി എന്ന് പറഞ്ഞാൽ ഇതിപ്പം താലോട്ടേക്ക് എത്തുന്ന സെറ്റപ്പ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്, നിങ്ങൾ ബൈ ചെയ്ത പോയിൻ്റ് ഏതാ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളിപ്പോൾ ബൈ ചെയ്ത പോയിന്റിൽ നിന്ന് നിങ്ങൾക്കൊരു ഒരു 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 ഇരട്ടി പ്രോഫിറ്റിലേക്ക് എത്തിയോ? ഇപ്പോൾ നിങ്ങളൊരു കോയിന് $1 വാങ്ങിയ കോയിന് $2 ആയോ? എങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി 1% ബുക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല. അത് ശരിയാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോയിൻ്റ് ഓഫ് ഉണ്ട്. അതിലൊരു പാർട്ട് ശതമാനം ബുക്ക് ചെയ്യുന്നതിൽ ഒരു എതിർപ്പും വേണ്ട. ഞാനൊരു ഉദാഹരണം പറയാൻ കാരണം, ഡോജ് കഴിഞ്ഞ ജാനുവരി സമയത്ത് ട്രംപ് വന്ന സമയത്ത് 0.47 ഡോജ് പിന്നെയും 0.2 ബിലോയിലേക്ക് വന്നില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, 0.47 വരെ കയറിയ അതായിരുന്നു 0.09 കയറിയ ഡോജ് 0.47 വരെ കയറിയിട്ട് പിന്നെയും 0.2 ബിലോയിലേക്ക് വന്നിന്, 0.15 റേഞ്ചിലേക്ക് വന്നിന്. ക്രിപ്റ്റോ മാർക്കറ്റ് അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കിനി ഈ കോയിൻ അങ്ങനെ കയറിപ്പോയാലോ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമുക്ക് അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രോഫിറ്റ് 10 രൂപക്ക് എടുത്തിനെങ്കിൽ പിന്നെ 20 ആകുമ്പോൾ ആ കോയിൻ വീണ്ടും വാങ്ങരുത്. അത് ഞാൻ ചെയ്യൂല. ശരിയാണ്, നമുക്ക് എന്ത് നഷ്ടപ്പെടുത്തിയാലും. ഇപ്പോൾ ചില ആൾക്കാർ പറയും ബിറ്റ് കോയിൻ അങ്ങനെയാണെങ്കിൽ 100K 200K ആയിട്ട് ആൾക്കാർ, അതായത് ബിറ്റ് കോയിന് $1000 സമയത്ത് അത് 3000 അന്ന് വാങ്ങിയവർക്ക് ഇന്ന് ലാഭമല്ലേ. അങ്ങനെ ലോങ് ടേം ആണ് നിങ്ങൾ ചിന്തയെങ്കിൽ ഇവിടെ നമ്മളെല്ലാവരും അങ്ങനെയുള്ള ആളാണോ? അങ്ങനെയൊന്നല്ല. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ ബുൾ മാർക്കറ്റ് പ്രോഫിറ്റ് ബിയർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് എടുക്കുക, അങ്ങനത്തെ ടൈപ്പ് ഓഫ് മെൻറ്റാലിറ്റി അല്ലേ. ലോങ് ടേം എന്ന് ചിന്തിക്കുന്നത് ഒരു എമൗണ്ട് നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ടാവും. എന്നാൽ 90% ആൾക്കാർ അങ്ങനെയൊന്നുമല്ല. ചില സമയത്ത് നമ്മൾ മെൻറ്റാലിറ്റി അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെയല്ലാത്ത കാലത്തോളം നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു പ്രോഫിറ്റ് എടുത്തില്ലെങ്കിൽ പിന്നെ ആ കോയിനിലേക്ക് കറലി പോകണ്ട. ഒരു 2 മാസമുള്ളിൽ നിങ്ങൾ പറഞ്ഞിടത്തേക്ക് തിരിച്ചു വരും, അല്ലെങ്കിൽ തിരിച്ച് വരുത്തിക്കും. അതങ്ങനെ തന്നെയാണ് ക്രിപ്റ്റോ മാർക്കറ്റ്. അപ്പോൾ ഉദാഹരണത്തിന് ആൾട്ട് കോയിന് പ്രത്യേകിച്ച്, ഇപ്പോൾ ഏത് ആൾട്ട് കോയിനാണ്, ബിറ്റ് കോയിൻ പോലുള്ള കോയിനാണ്. പിന്നെ ബിറ്റ് കോയിൻ തന്നെ 72ലേക്ക് വന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ കൺസേൺ അടിക്കുന്നു വേണ്ട. കറൻ്റ് നമുക്ക് ഇപ്രാവശ്യം അങ്ങനെ പോവാം. ഈ ബുൾ മാർക്കറ്റിൽ നമ്മൾ ഒരു കോയിൻ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ കോയിൻ്റെ ബാക്കിലേക്ക് നമ്മൾ പോകുന്നില്ല. എപ്പം പോകുമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിറ്റതിനേക്കാൾ കുറഞ്ഞതിലേക്ക് വന്നിനെങ്കിൽ മാത്രം ബിഫോർ ബുൾ മാർക്കറ്റ് പീക്ക് നമ്മൾ ആ ഒരു മൂഡ് ഉണ്ടാകുന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് നമ്മൾ അങ്ങനെ ചെയ്യുകയേ ചെയ്യില്ല. പിന്നെ നമ്മൾ ബൈയിങ്ങൊക്കെ വളരെ കുറച്ച് കഴിഞ്ഞിട്ടേ ചെയ്യും. അതൊക്കെ റെഡി ആവണം. എന്തായാലും ഇപ്രാവശ്യം നമ്മൾ പല കോയിൻസ് സെൽ ഓഫ് ചെയ്യും. മതി, നമുക്കൊരു ശതമാനം പ്രോഫിറ്റ് എടുക്കട്ടെ. കുറേ ആയില്ല നമ്മൾ ഈ ക്രിപ്റ്റോയിൽ നിന്നിട്ട് കുറച്ച് ലോസിലാവുന്നു. ഇപ്രാവശ്യം നമുക്ക് എന്തായാലും 1% പ്രോഫിറ്റ് എടുത്ത് ഇപ്രാവശ്യത്തെ ബുൾ മാർക്കറ്റ് ഒന്ന് നോക്കി അടുത്ത ബിയർ മാർക്കറ്റ് സെറ്റപ്പ് ചെയ്യുക. ഓക്കെ, അല്ലാണ്ട് കുറേ ലോങ് ടേം സെറ്റപ്പ് ഉണ്ട് നമുക്കറിയാം. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് വേണ്ട. മീൻസ് ഇൻഡിവിജ്വലി തോട്ടുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, ലോങ് ടേം ഹോൾഡ് ചെയ്യുന്ന പറഞ്ഞാൽ. ഞാൻ പൊതുവേ ഇങ്ങനെ ഈ സെല്ല് ചെയ്യാന്നുള്ള മെൻറ്റാലിറ്റിയിലോടാണ് സംസാരിക്കുന്നത്. നമുക്ക് റെഡിയാക്കണം. ഇപ്പോൾ ഞാൻ ഓർമ്മിക്കുന്നത് $1 വാങ്ങി ഏതെങ്കിലും ഒരു കോയിൻ 1.7 or 2 ആയ ഒരു പാർട്ട് ബുക്ക് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഇത് വേണം. അങ്ങനെ ബുക്ക് ചെയ്താണ് നമ്മളൊരു ബുൾ മാർക്കറ്റിൽ ഓളായിട്ട് ഒരു എമൗണ്ട് പ്രോഫിറ്റ് എടുക്കുക. ഓക്കെ, ഇൻഡിവിജ്വൽ മെൻറ്റാലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആൾക്കാർ പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. അവരൊരു സ്ട്രോങ് മെൻറ്റാലിറ്റി ഇല്ലായിരിക്കും. $1 വാങ്ങിയത് 10 ആണ്ട് വിൽക്കൂല എന്ന് മെൻറ്റാലിറ്റി വെക്കുന്നവരുണ്ട്. അവർ വേറൊരു ടൈപ്പ് ഓഫ് കാറ്റഗറിയാണ്.
അവരെല്ലാം നമ്മൾ ഒരേപോലെ കരുതരുത്. അവർ ചിലപ്പോൾ അങ്ങനെ ഓർക്ക് ചിലപ്പോൾ അത് $1 ഒരു 0.1 ആയാൽ പോലും ഓരോ മനസ്സിൽ കുലുങ്ങൂല. പക്ഷെ നമ്മളങ്ങനെയല്ല. അപ്പോൾ ഓരോരുത്തരും എങ്ങനെയാണെന്നും കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇൻഡിവിജ്വൽ സെല്ലിംഗ് പോയിന്റ്. അല്ല ഓൻ എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നത്, മറ്റവൻ എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നത് ഒന്നും ചിന്തിക്കണ്ട. ഈവൻ നിങ്ങൾ ചിന്തിച്ചൊക്കെ ഇപ്പോൾ മൈക്രോ സ്ട്രാറ്റജിയിൽ ഓറ് 39K ഉണ്ടാകുമ്പോൾ എത്രയാ കോയിൻ വാങ്ങിയത്, ഒരു 15K ഉണ്ടാകുമ്പോൾ എത്രയാ ബിറ്റ് കോയിൻ വാങ്ങിയത്, ഒരു 120 ആകുമ്പോൾ ഓർ വാങ്ങുന്നുണ്ട്. നമ്മ ആണെങ്കിൽ അങ്ങനെ വാങ്ങോ? അപ്പോൾ ഓരോരുത്തരുടെ മെൻറ്റാലിറ്റിയും ഡിഫറെൻ്റാണ്. അവർക്ക് 115 എന്ന് പറഞ്ഞാൽ ഒരു കോടികളാണ് വാങ്ങിയത്. കോടികൾ എന്ന് പറഞ്ഞാൽ നമുക്കും ചിന്തിക്കാൻ പറ്റാത്ത അത്ര ഉണ്ടാകുമ്പോൾ അവർ 20K ആകുമ്പോൾ ധൈര്യത്തിൽ വാങ്ങിയത്. നല്ലത് 20 അതേ അതിനാങ്കടി കൂടുതലാണ് അവർ 110 ആകുമ്പോൾ വാങ്ങുന്നത്. അപ്പോൾ ഒരാൾ മെൻറ്റാലിറ്റിയും കൂടി നമ്മൾ നോക്കാനുണ്ട്. ഓക്കെ, ബൈ.